ഓസ്ട്രേലിയ ജീവിക്കുവാനും ജോലി ചെയ്യുവാനും മനോഹരമായ ഒരു രാജ്യമാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. UK, അയർലൻഡ്, സ്കോട്ട്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നവർ പോലും ഓസ്ട്രേലിയയിലേക്ക് കുടിയേറുവാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യ, ചൈന, വിയറ്റ്നാം എന്ന ഈ 3 രാജ്യങ്ങളിലെ പൗരന്മാരെ ലക്ഷ്യമിട്ടുകൊണ്ട് ഓസ്ട്രേലിയ ഒരു WHM വർക്കിംഗ് ഹോളിഡേ മേക്കർ പ്രോഗ്രാം എന്ന പേരിൽ ഒരു വിസ പ്രോഗ്രാം ആരംഭിച്ചിട്ടുണ്ട്. 2024 ഒക്ടോബറിലാണ് ഈ വിസ പ്രോഗ്രാം തുടങ്ങിയത്. 2025, 2026 വിസ ബാലറ്റ് പ്രോഗ്രാമിനുള്ള ആപ്ലിക്കേഷൻസ് ജൂൺ 24-ാം തീയതി മുതൽ ഓപ്പൺ ആണ്. ജൂലൈ മാസം 15-ാം തീയതിയാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി. ഇതിൻ്റെ ആദ്യത്തെ റാൻഡം സെലക്ഷൻ നടക്കുന്നത് ജൂലൈ 16-ാം തീയതിയാണ്. 30 ഏപ്രിൽ 2026 വരെ ഈ സെലക്ഷൻ പ്രോസസ്സ് നടക്കും. ന്യൂ വർക്ക് ആൻഡ് ഹോളിഡേ സബ് ക്ലാസ് 462 വിസ പ്രീ ആപ്ലിക്കേഷൻ ബാലറ്റ് പ്രോസസ്സ് എന്നാണ് ഈ പ്രോസസ്സിനെ പറയുന്നത്. ഇത് വിസ കിട്ടുവാനായുള്ള ഒരു പ്രീ പ്രോസസ്സാണ്. പൂർണ്ണമായും ബാലറ്റിലൂടെയാണ് ഇതിലേക്ക് അർഹരായവരെ തിരഞ്ഞെടുക്കുന്നത്. ഈ പ്രോസസ്സിലേക്ക് ഒരാളെ തിരഞ്ഞെടുക്കുന്നത് ഒരു ബാലറ്റ് പ്രോസസ്സിലൂടെയാണ് എന്ന് ഞാൻ പറഞ്ഞു. അതും ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ഓട്ടോമേറ്റഡ് പ്രോസസ്സിലൂടെയുള്ള തിരഞ്ഞെടുപ്പ്. ഒരു ലോട്ടറി എടുക്കുന്നത് പോലെയുള്ള ഭാഗ്യം. അതാണ് ഇവിടെ അപേക്ഷിക്കുന്നവരുടെ തലവര മാറ്റുവാൻ പോകുന്നത്. എന്താണ് ഇതിലേക്കുള്ള എലിജിബിലിറ്റി? ഈ ഒരു ബാലറ്റ് പ്രോസസ്സിലേക്ക് അപേക്ഷിക്കേണ്ടവർക്ക് വേണ്ട പ്രായ പരിധി 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ്. ആദ്യം നിങ്ങൾ ഒരു ഇമ്മി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഇമ്മി അക്കൗണ്ട് എന്നാൽ IMMI അക്കൗണ്ട്, ഇമിഗ്രേഷൻ ആൻഡ് സിറ്റിസൺഷിപ്പ് അക്കൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഓസ്ട്രേലിയൻ വിസ ആപ്ലിക്കേഷനും മറ്റ് അനുബന്ധ കാര്യങ്ങൾക്കുമായുള്ള ഒരു ഡിജിറ്റലൈസ്ഡ് പ്ലാറ്റ്ഫോമാണ് ഇമ്മി അക്കൗണ്ട്. നിങ്ങൾക്ക് ഇന്ത്യ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്ത ഒരു വാലിഡ് പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യം ഇഷ്യൂ ചെയ്ത ഒരു വാലിഡ് നാഷണൽ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടായിരിക്കണം. ഇന്ത്യക്കാരുടെ കാര്യത്തിൽ പാൻ കാർഡ് ആണ് വേണ്ടത്, ആധാർ കാർഡ് അല്ല ഇവിടെ വേണ്ടത് എന്ന് ഓർമ്മിക്കുക. നിങ്ങൾക്കൊരു വാലിഡ് ഇമെയിൽ അഡ്രസ്സ് ഉണ്ടായിരിക്കണം. ആ ഇമെയിൽ അഡ്രസ്സ് വെരിഫൈ ചെയ്യേണ്ടതായി വരും. രജിസ്ട്രേഷൻ ഫോമിലുള്ള എല്ലാ ഡിക്ലറേഷൻസും നിങ്ങൾ എഗ്രി ചെയ്യേണ്ടി വരും. രജിസ്ട്രേഷൻ ഫീസായി $25 ഓസ്ട്രേലിയൻ നിങ്ങൾ അടയ്ക്കേണ്ടതാണ്. ഇത് ഏകദേശം ഒരു 1404 രൂപ വരും. എങ്ങനെയാണ് ഈ പ്രോസസ്സിനെ രജിസ്റ്റർ ചെയ്യേണ്ടത്? ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങളൊരു ഇമ്മി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന്. ഇതിൽ താഴെ കാണുന്ന ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഒരു ഇമ്മി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആ പേജിൽ തന്നെ ഇടതുവശത്ത് കാണുന്ന ആക്സസ് യുവർ ഇമ്മി അക്കൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യുക. ഇമ്മി അക്കൗണ്ടിൽ ന്യൂ ആപ്ലിക്കേഷൻ എന്ന് കാണുന്നിടത്ത് രജിസ്റ്റർ ചെയ്യുക. അവിടെ രജിസ്ട്രേഷൻ വർക്ക് ആൻഡ് ഹോളിഡേ വിസ 462 എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ രജിസ്ട്രേഷൻ ഫോം ഓപ്പൺ ആയി വരും. അവിടെ നിങ്ങളുടെ എലിജിബിൾ കൺട്രി സെലക്ട് ചെയ്യുക. നമ്മുടേത് ഇന്ത്യ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആപ്ലിക്കേഷൻ പൂർണ്ണമാക്കുക. $25 ഓസ്ട്രേലിയൻ നിങ്ങൾ അടയ്ക്കുക. നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇടയ്ക്ക് സേവ് ചെയ്തു പോകുക. അപ്പോഴെല്ലാം അതൊരു ഡ്രാഫ്റ്റ് രജിസ്ട്രേഷൻ ആയിരിക്കും. നിങ്ങൾ ഫീസ് അടച്ച് സബ്മിറ്റ് ചെയ്താൽ അപ്പോൾ നിങ്ങളുടെ സ്റ്റേറ്റസ് റിസീവ്ഡ് ആകും. അതുവരെ സ്റ്റേറ്റസ് ഡ്രാഫ്റ്റ് ആയിരിക്കും. ഇങ്ങനെ സബ്മിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ബാലറ്റ് പ്രോസസ്സിന് എടുക്കുകയുള്ളൂ. നിങ്ങളുടെ രജിസ്ട്രേഷൻ അത് സബ്മിറ്റ് ചെയ്തതിന് ശേഷവും നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ കാണുകയും എഡിറ്റ് ചെയ്യുകയും ആകാം. പ്രത്യേകിച്ച് ഒരു ക്രൈറ്റീരിയയും ഇല്ലാത്ത ഒരു റാൻഡം ഓട്ടോമേറ്റഡ് പ്രോസസ്സാണ് സെലക്ഷൻ പ്രോസസ്സ്. നിങ്ങൾ സെലക്ട് ആയാൽ നിങ്ങൾക്ക് ഇമെയിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അങ്ങനെ നിങ്ങൾ സെലക്ട് ആയാൽ ഇമ്മി അക്കൗണ്ടിൽ ഫസ്റ്റ് വർക്ക് ആൻഡ് ഹോളിഡേ സബ് ക്ലാസ് 462 വിസയ്ക്ക് നിങ്ങൾ ഓൺലൈനായി അപേക്ഷിക്കേണ്ടി വരും. ഓർമ്മിക്കുക, ഈ ഒരു നോട്ടിഫിക്കേഷൻ വിസ ലഭിക്കുവാനുള്ള ഒരു ഗ്യാരണ്ടി അല്ല. വിസയ്ക്കായുള്ള എല്ലാ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾ സെലക്ട് ആയാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ സ്റ്റേറ്റസ് സെലക്റ്റഡ് എന്ന് ആയി മാറും. ഇനി അഥവാ നിങ്ങൾ സെലക്ട് ആയില്ല എങ്കിൽ സ്വാഭാവികമായും നിങ്ങൾക്ക് വിസ ആപ്ലിക്കേഷൻ കൊടുക്കുവാൻ ആകില്ല. നിങ്ങൾ സെലക്ട് ആയില്ല എങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അറിയിപ്പ് ഒന്നും കിട്ടുകയുമില്ല. നിങ്ങളുടെ രജിസ്ട്രേഷൻ ഏപ്രിൽ 30, 2026 വരെ സെലക്ഷൻ പൂളിൽ ഉണ്ടായിരിക്കും. നിങ്ങളുടെ രജിസ്ട്രേഷൻ ഇനി പറയുന്ന ഏതെങ്കിലും കാരണം കൊണ്ട് എക്സ്പയർ ആയി പോവുകയും ചെയ്യാം. ഒന്നില്ലെങ്കിൽ സെലക്ഷൻ പീരീഡ് തീരുമ്പോഴേക്കും, അല്ലെങ്കിൽ നിങ്ങൾ സെലക്ട് ആയാൽ, അതുമല്ലെങ്കിൽ നിങ്ങൾ സ്വയം രജിസ്ട്രേഷനിൽ നിന്നും വിത്ഡ്രോ ചെയ്താൽ, ഇതൊന്നുമല്ല എങ്കിൽ ആ സമയത്തിന് മുമ്പ് നിങ്ങൾക്ക് 31 വയസ്സായാൽ ഏതാദ്യം വരുന്നോ ആ മുറയ്ക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ
എക്സ്പയർ ആകും. ഇന്ത്യക്കാരുടെ ബാലറ്റ് സെലക്ഷൻ പീരീഡ് 16/7/2025 മുതൽ 30/4/2026 വരെയാണ്. ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന പ്രിയ സുഹൃത്തുക്കൾക്കൊക്കെ ഈ ഭാഗ്യമൊന്ന് പരീക്ഷിക്കാവുന്നതാണ്. ഈ ഭാഗ്യ പരീക്ഷണത്തിന് വലിയ ചിലവൊന്നുമില്ല. കിട്ടിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഇതൊരു ഭാഗ്യ പരീക്ഷണമായതുകൊണ്ട് ഓസ്ട്രേലിയൻ ലോട്ടറി വിസ എന്നും ചിലർ ഇതിനെ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും ഒരു ലോട്ടറി പോലെ ഒരു പ്രോസസ്സ് ആയതുകൊണ്ടാണ് ഇത് ഇങ്ങനെ പറയുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് അഡ്രസ്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.